ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിതാ ഇവിടെ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഒരു നോൺ സ്റ്റിക്ക് തവയിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാൽ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് കേക്കിനൊക്കെ നമ്മൾ എന്തെങ്കിലും മുട്ട എടുക്കുമ്പം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് നമ്മൾ എടുക്കരുത്. അതിനുശേഷം നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം നമുക്ക് മതിയാവും. നമ്മളാകെ 5 എണ്ണത്തിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ഇഡ്ഡലി തട്ടത്തിൽ 5 നമ്മുടെ മാർബിൾ കേക്ക് ഉണ്ടാക്കാനുള്ള അളവാണ് നമ്മളിത് പറയുന്നത്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ വാനില എസൻസ് ഇല്ല എന്നുള്ളവർക്ക് നമ്മുടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയാട്ടോ എടുത്തേക്കുന്നത്. മൈദ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം. ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരളവിൽ നമുക്ക് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ചെറിയ കണ്ണിയുള്ള അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണേ. ഇത് നമ്മൾ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ കേക്ക് അത്രയ്ക്ക് സോഫ്റ്റായിട്ട് കിട്ടും. കാരണം ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരും. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ഇത് ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മൈദയിലോ അതേപോലെ ഉപ്പിലൊക്കെ എന്തെങ്കിലും കട്ടയോ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ അരിക്കുന്ന കൂടി മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളിത് ഈ മുട്ടയൊക്കെ മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത ശേഷം ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനുശേഷം നമുക്കിത് അതേപോലെ ഒരു വിസ്ക് മതി കേട്ടോ. വിസ്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ബാക്കി എന്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയില്ലേ അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓയിലും അതുപോലെ ഈ മൈദയെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരും. ഇനി ഇതുപോലെ ഒരേ സൈഡിലേക്ക് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു പോർഷൻ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം രണ്ടാവും നമ്മളിതുപോലെ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മൈദ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഈ മിക്സ് കുറച്ചൊരു കട്ടി ഉണ്ടാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ മാവ്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒട്ടും തണുപ്പ് പാടില്ല കേട്ടോ പാലിനൊന്നും. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ കേക്ക് ഉണ്ടല്ലോ ഒട്ടും ഹാർഡായി പോകില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നൊരു കേക്കാണ്. നമ്മളിങ്ങനെ ചെയ്താലും മതി. നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ തന്നെ കേക്ക് റെഡിയാക്കി കിട്ടും. ഇത് വളരെ എളുപ്പം, ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന രീതിയുള്ളൂ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ഈ മാവ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളതിലേക്ക് 1 ടീസ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല കളറുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. എൻ്റെ കയ്യിലുള്ളത് നല്ല കളറുള്ള കൊക്കോ പൗഡർ ആയതുകൊണ്ട് ഞാനൊരു ടീസ്പൂണോളം കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിത് അവിടെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുമ്പം ഒന്നും കൂടി തിക്കാവും. അപ്പോൾ നമുക്കൊരു ടീസ്പൂണോളം പാലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്കിവിടെ മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഒരുപാട് കട്ടി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം പാലും കൂടെ ഒന്നും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരെ ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി
ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകൾ വശത്തും കൂടി ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. കാരണം കേക്ക് പൊങ്ങി വരുമ്പം അവിടെ ചിലപ്പോൾ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഓയിൽ പുരട്ടിയാൽ മതി. ഒരുപാട് നമ്മൾ ഓയിൽ തേച്ച് കൊടുത്താൽ അടിയിലങ്ങ് ക്രിസ്പി ആയി പോവും. അപ്പോൾ അധികം ഒന്നും തേച്ച് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്കിതുപോലെ വൈറ്റ് കളറുള്ള മിക്സ് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഇതുപോലെ നമുക്ക് ഈ മാവ് തീരുന്ന വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കേക്ക് ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കണം. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് കടകളിൽ നിന്ന് പോയി വാങ്ങുകയൊന്നും വേണ്ട. നമുക്ക് ആകെ ഒരു അരക്കപ്പ് മൈദയും അതുപോലെ ഒരു മുട്ടയും മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വൈറ്റ് കളറുള്ള കേക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഈ അരക്കപ്പ് മൈദ കൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു 5 കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ അളവിൽ ഒന്ന് ഇരട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു 10 ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ 1 കപ്പ് മൈദ അതുപോലെ നമുക്ക് 2 മുട്ടയൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഞാൻ ഇവിടെ ഒരു പടക്കോലാട്ട എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടിവശം തൊട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ അടിയിൽ നമ്മളിതുപോലെ ചോക്ലേറ്റിന് മിക്സ് ഇട്ട് കൊടുത്തുകൊണ്ട് മുകൾ വശം മാത്രമല്ല നമ്മൾ അടിയിൽ തൊട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അതുണ്ടല്ലേ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. ഞാനിപ്പോൾ തന്നെ നമ്മുടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ. ഇതാ കണ്ടില്ലേ, നല്ല ചൂടായി കിടക്കുകയാണ്. നമ്മൾ അതിലേക്ക് നേരെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലിത്തട്ട്. അതിനുശേഷം അടച്ച് വയ്ക്കാം. ഞാനതുപോലെ ഇതുപോലൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്ന് സിമ്മാക്കാം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കേട്ടോ. 10 മിനിറ്റ് ആയപ്പോഴേക്കും നമുക്കിത് അവിടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാം, നല്ല സോഫ്റ്റ് ആയിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടില്ല, ചൂടാറിയ ശേഷം മാത്രം നമുക്ക് ഇഡ്ഡലിത്തട്ടിന്ന് നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതുപോലെ 10 മിനിറ്റ്, അതിൽ കൂടുതൽ നമ്മൾ ബേക്ക് ചെയ്യരുത്. അങ്ങനെ ആവുമ്പം നമുക്കുണ്ടല്ലോ അത് അടിവശമൊക്കെ ഒന്ന് ക്രിസ്പി ആയി പോകും. അപ്പോൾ കേക്ക് ഹാർഡായി പോകും. ഇപ്പോൾ കണ്ടില്ല, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് സൂപ്പറായിട്ട് ഉണ്ടാകും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.